റിയൽ കേരള സ്റ്റോറി എന്ന രീതിയിൽ കൊട്ടിഘോഷിച്ച് നടന്ന വിവാഹം. വധൂവരന്മാരെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും രാഷ്ട്രീയ നേതാക്കളുടെ നീണ്ട നിര. മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് പറഞ്ഞ് കല്യാണ ഫോട്ടോ സ്റ്റാറ്റസ് ആക്കിയവരുണ്ട്. എന്നിട്ടിപ്പോൾ എന്തായി? മഹാകുംഭമേളയിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കുമ്പോൾ പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തൽ. ഇതോടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസും. മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസാണ് ഫർമാൻ ഖാനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിന് പിന്നിൽ ചില സംഘടനകൾക്കോ വ്യക്തികൾക്കോ പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഇനി കല്യാണം നടത്താൻ കൂട്ടുനിന്നവർക്കും കൂട്ടുവീഴുമോ എന്നാണ് അറിയേണ്ടത്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ മുത്തുമാലകൾ വിൽക്കുന്നതിനിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടി കേരളത്തിൽ വെച്ച് സിനിമയിൽ അഭിനയിക്കുമ്പോഴായിരുന്നു പ്രണയവും വിവാഹവും. പിന്നീട് പെൺകുട്ടിയുടെ പ്രായത്തെ ചൊല്ലിയും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉയർന്നു. അതിനിടെ പെൺകുട്ടിയും ഭർത്താവ് ഫർമാൻ ഖാനും പ്രായപൂർത്തിയായെന്ന രീതിയിൽ രേഖകൾ ഉൾപ്പെടെ നിരത്തി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. എന്നാൽ സംഭവത്തിൽ മധ്യപ്രദേശ് പോലീസ് അന്വേഷണം നടത്തിയതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് കണ്ടെത്തിയതോടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നടത്തിയ അന്വേഷണത്തിലാണ് വിവാഹ സമയത്ത് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന വിവരം പുറത്തുവന്നത്. ഇതിനെ തുടർന്നാണ് മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്തത്. കുട്ടിയും ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം പ്രണയവിവാഹമായാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെട്ടത്. എന്നാൽ പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് പരാതി ഉയർന്നതോടെ കേരളത്തിലും മധ്യപ്രദേശിലുമായി വിശദമായ അന്വേഷണം നടത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. കുട്ടി മധ്യപ്രദേശിലെ പാർധി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതാണെന്നും മഹേശ്വരിലെ ആശുപത്രി രേഖകൾ പ്രകാരം 2009 ഡിസംബർ 30 ജനിച്ചതെന്നും കണ്ടെത്തി. 2026 മാർച്ച് 11 കേരളത്തിൽ വിവാഹം നടക്കുമ്പോൾ 16 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. വിവാഹം നടന്നത് കേരളത്തിലാണെന്നും പ്രായപൂർത്തിയായെന്ന് കാണിക്കാൻ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ വ്യാജരേഖ റദ്ദാക്കാൻ അധികൃതർ ഉത്തരവിട്ടു. കേരളത്തിൽ വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. വിവാഹം നടന്ന ക്ഷേത്രാധികൃതർ ദമ്പതികൾ നൽകിയ ആധാർ വിവരങ്ങളെയാണ് ആശ്രയിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വധുവിന്റെ ഗോത്ര പശ്ചാത്തലം പരിഗണിച്ച് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമത്തിന് പുറമെ ഭാരതീയ ന്യായ സംഹിത SC/ST പീഡന വിരുദ്ധ നിയമം എന്നിവ പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നിൽ ചില സംഘടനകൾക്കോ വ്യക്തികൾക്കോ പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരോട് ഏപ്രിൽ 22 ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഓരോ 3 ദിവസത്തിലും കേസിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെ വിവാഹത്തിന് പിന്തുണ നൽകിയവരും നിയമക്കുരുക്കിൽപ്പെട്ടേക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.